لقوم ليجدوا ريحا وهي زانية وهي زانية وهي زانية. ഏതെങ്കിലും ഒരു പെണ്ണ് ആളുകളെ ആകർഷിക്കത്തക്ക രീതിയിൽ അത്തർ പൂശിക്കൊണ്ട് പെർഫ്യൂം പൂശിക്കൊണ്ട് അതല്ലെങ്കിൽ മോഡേൺ ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് അന്യപുരുഷന്മാരെ ആകർഷിക്കത്തക്ക രീതിയിൽ നടന്നുപോയാൽ റസൂൽ പറയുന്നു ഏതെങ്കിലും ഒരു പെണ്ണ് വന്നിട്ട് സഹോദരിമാരെ പറ്റിയൊന്നും പറഞ്ഞില്ല എന്ന് വേണ്ട. സഹോദരിമാരെ, നിങ്ങൾക്ക് മനസ്സിനെ മാറ്റം വരുമെങ്കിൽ ഏതൊക്കെ ഹദീസ് കൊണ്ടുവരട്ടെ. അല്ലാഹു റസൂൽ പറഞ്ഞു ഏതെങ്കിലും ഒരു പെണ്ണ് പെർഫ്യൂം അടിച്ചാൽ സുഗന്ധം പൂശിയാൽ അവളുടെ വീടെല്ലാം അടച്ചു കൂട്ടിയിട്ട് പുറത്തേക്ക് പോകുകയാണ്. ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ കൂടി നിൽക്കുന്ന ചെറുപ്പക്കാരുടെ മുമ്പിലൂടെ അവർ നടന്നു പോകുമ്പോ കൂടി നിൽക്കുന്ന ചെറുപ്പക്കാരെ കാണട്ടെ, അവനെന്നെ കണ്ടിട്ട് ആസ്വാദനത്തിന്റെ ചിന്ത കൊണ്ടവർ നോക്കട്ടെ എന്ന ചിന്തയോടെ ഏതെങ്കിലും ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നാൽ അല്ലാഹു റസൂൽ പറയുന്നു ഫഹിയ സാനിയ ഫഹിയ സാനിയ ഫഹിയ സാനിയ. എന്ന് പറഞ്ഞാൽ ഒരു വേശ്യയാണെന്ന് മലയാളത്തിൽ പറഞ്ഞാൽ. സഹോദരങ്ങളെ, ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരിക. അതിൽ നിന്ന് എടുക്കാനല്ല, അതിലേക്ക് ഇടാനല്ല. എല്ലാവരും നിങ്ങളുടെ പോക്കറ്റിൽ നല്ലതുണ്ടെങ്കിലും എല്ലാവരും പോക്കറ്റിൽ ഇട്ട നല്ല ഒരു തുക അതിലേക്ക് ഇട്ട് കൊടുക്കും. സ്വന്തം പോക്കറ്റിലേക്ക് അടുത്തിരിക്കുന്നവർ എല്ലാവരും ആരും ഇടാതിരിക്കരുത്. പോക്കറ്റിലുള്ള എന്തെങ്കിലും അതുകൊണ്ട് സഹോദരിമാരെ, മാതിരിയുള്ള നടത്തം നമുക്ക് അപകടമാണ്. പൊന്നുമോള് ഫാത്തിമ അഭിമാനം കൊള്ളുന്ന പെങ്ങളെ, ഒരിക്കലും പടച്ചോട് ഇഷ്ടപ്പെടാത്ത വേഷവിധാനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു يا أيها النبي قل لأزواجك وبناتك يدنين عليهن من جلابيبهن. പറഞ്ഞു കൊടുക്കണം, അവരുടെ മൂടുപടം താഴത്തേക്ക് താഴ്ത്തിയിടട്ടെ എന്ന് പറഞ്ഞാൽ പർദ്ദ ധരിച്ച ഒരു പെണ്ണ് മുഖമക്കന ധരിക്കുമ്പോ, ഇന്നത്തെ മുഖമക്കനയ്ക്ക് പോലും സിനിമാ പേര് കൊടുത്തിട്ടാണ് അറിയപ്പെടുന്നത്. തട്ടത്തിൻ മറിയത്തിന്റെ പർദ്ദ, അതേപോലെ പുതിയ പുതിയ ലേറ്റസ്റ്റ് സിനിമകളുടെ പേര് കൊടുത്തിട്ടാണ് തട്ടങ്ങൾക്ക് പോലും പേര് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ പേര് കൊടുക്കുന്ന സാധനം അല്ലാണ്ട് ഖുർആൻ പറയുന്നു, ഹിജാബ് ഇടുന്ന ഒരാള് മുഖം മറയ്ക്കുന്ന തലമറയ്ക്കുന്ന തട്ടമുണ്ടല്ലോ, അത് മാറിന് താഴേക്ക് താഴ്ത്തിയിടാൻ പറഞ്ഞു കൊടുക്കുക നബിയെ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു പറയുന്നു. താഴ്ത്തിയിടാൻ പറഞ്ഞു നബിയെ എന്ന് പറഞ്ഞാൽ ലൂസായ പർദ്ദ ധരിച്ചാലും ആ പെണ്ണിന്റെ ശരീരത്തിന്റെ മുൻഭാഗം, അതായത് ആ കഴുത്തിന്റെ താഴോട്ടുള്ള ഭാഗം മറ്റൊരാൾ അതിന്റെ ചവടത്തെ ചലനങ്ങളും വിസ്തരണങ്ങളും അറിയാൻ പാടില്ല. അതുകൊണ്ട് തട്ടമെടുത്ത പെണ്ണ് അത് താഴേക്ക് അരയോളം താഴ്ത്തിയിടട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ. ഇന്നത്തെ തട്ടത്തിന്റെ അവസ്ഥ വീട്ടിലെ പുതിയ സംവിധാനമാണ്. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് രണ്ട് തമ്പുകളെടുത്ത് പുറകെ കൊണ്ടുവച്ച് കെട്ടിവെക്കും. എവരെങ്കിലും വിളിച്ചു വലിച്ചാൽ തൂശത്തം കിടക്കണമായിരുന്നു. ഇതാണ് പെണ്ണുങ്ങളുടെ ഇപ്പോഴത്തെ പുതിയ തട്ടം. എല്ലാം മോഡേൺ രീതിയിലേക്ക് മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുസുന്നത്താണ് ചവിട്ടി പതിക്കപ്പെടുന്നത്. എന്നിട്ടോ ഫാത്തിമ ബീവി എന്ന നായികയാണ്. ഫാത്തിമ ബീവിന്റെ കൂടെ പോകാൻ പ്രതീക്ഷയോടെ ഫാത്തിമ എന്ന പേര് വിട്ടുകൊണ്ടിരിക്കുന്ന പൊന്നുമോളെ, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നീ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്റെ സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട മഅ്ദനി ഉസ്താദ് പല പ്രാവശ്യം പറഞ്ഞ് കേട്ടിട്ടുള്ള ഹദീസാണ്. നിങ്ങൾ ഓരോരുത്തരുമെങ്കിൽ പോലും എന്റെ സഹോദരിമാരെ മനസ്സിലാക്കിക്കോ. രണ്ട് കൂട്ടം പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല, അല്ലാഹുവേ എന്റെ കൺമുന്നിൽ കാണാതിരിക്കട്ടെ. അവരുടെ കൂട്ടരാതെന്നറിയോ?
نساء عاريات مائلات مميلات رؤوسهن كأسنمة البخت المائلات نساء الവിഭാഗം പെണ്ണുങ്ങളാണ് ആരിയാത്തും മായിലാത്തും മുമീലാത്തും വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ നഗ്നകളാണ് വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ നഗ്നകളാണ് സഹോദരിമാരെ ശരീരത്തിന്റെ ലാവണ്യം പുറത്തെറിയിക്കുന്ന വസ്ത്രം പരമയായാലും ചെറുതാറായാലും ഏത് വസ്ത്രമായാലും ആ ശരീരം ധരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു പോകുന്ന പെണ്ണ് അല്ലാഹു റസൂൽ പറയുന്നു മായിനാത്തുൽ മുമീനാത്തുൽ ആളുകളിലേക്ക് ആളുകളെ ഇങ്ങോട്ട് ചായിപ്പിച്ച് നടന്നു പോകുന്ന പെണ്ണ് ലം യദ്ഖുൽനൽ ജന്ന അവർ സ്വർഗ്ഗത്തിലേക്ക് കടക്കൂല സഹാബ يجدن ريحها فإن ريحها توجد من مسيرة كذا وكذا ആയിരത്താണ്ട് വർഷങ്ങൾ നടന്നുപോയ സഞ്ചരിച്ചാലത്തെ വെടുതൂരങ്ങളിൽ സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുമ്പോ സ്വർഗത്തിന്റെ പരിമളം പോലെ പെങ്ങളെ നിനക്ക് കിട്ടൂല ആരെ കാണിക്കാനോ പെങ്ങളെ എന്റെ ഭർത്താവിന്റെ മുമ്പിൽ നീ പ്രദർശിപ്പിക്കേണ്ടതിന്റെ ശരീരത്തെ ആളുകളുടെ മുമ്പിൽ എന്റെ പുരുഷന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാം ഇങ്ങനെ മനസ്സ് വരുന്ന പോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ മനസ്സിലാക്കിക്കോ പെരുന്നാൾ വരുമ്പോ കാസർഗോഡ് ടൗണിൽ പോയി ഭർത്താവില്ലാതെ കറങ്ങുന്ന പോലെ ഇഷ്ടപ്പെട്ട ചുരിദാർ അന്വേഷിച്ചുകൊണ്ട് കടക്കാരന്റെ നമ്പരും കൊടുത്ത ഫോണിനോട് ചൊല്ലിക്കൊണ്ട് ജീവിതം പാഴാക്കുന്ന പെങ്ങളെ വസ്ത്രത്തിന്റെ പേര് അലങ്കാരം കാണിച്ച് ആയിരങ്ങൾ ദൂർത്തടിച്ചുകൊണ്ട് അല്ലാതെ ശാപം പേര് നടക്കുന്ന പെണ്ണേ പടച്ചോന്റെ പൊരുത്തമില്ലാത്തവളാണ് നീ അല്ലാതെ ശാപമിറങ്ങുന്നവളാണ് മോളെ നമുക്കത് വേണ്ട കാസർഗോഡ് സഹോദരിമാര് ചിന്തിച്ചോ നമുക്ക് പടച്ചോന്റെ പൊരുത്തമാണ് വേണ്ടത് നമുക്ക് അല്ലാതെ വൃത്തിയാണ് വേണ്ടത് ഒരു പ്രയാസത്തിന്റെ ഘട്ടം വരുമ്പോ ഒരു വിഷമത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോ ഒരു സങ്കടക്കടലിലേക്ക് മുങ്ങിത്താഴുമ്പോ അല്ലാഹുവേ സഹായിക്കണേ എന്ന് നിലവിളിച്ചുകൊണ്ട് ദുആ ചെയ്താ കേൾക്കണോ പോലെ നിന്റെ ഗൾഫിലുള്ള ഭർത്താവിന് അപകടം പറ്റുമ്പോ നിന്റെ ഗൾഫിലുള്ള ഭർത്താവിന് പ്രയാസം വരുമ്പോ നിന്റെ എല്ലാം പ്രകടനം പറയുകയാണ് പച്ചലോട്ടിന്റെ പിൻബലത്തില് വളരാറിൽ പോയി കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ഭർത്താവ് അയച്ചു തരുന്ന പൈസ കൊണ്ട് ധാരാളിത്തം കാണിച്ച് ഇഷ്ടപ്പെട്ട വസ്ത്രത്തിന് വേണ്ടി 10,000 ചെലവഴിച്ചിട്ട് പടച്ചോനെടുത്ത് ഇഷ്ടപ്പെടാത്ത മാർഗത്തിലേക്ക് നടന്നു പോകുമ്പോ എന്റെ കുഞ്ഞമോളെ എന്റെ ഭർത്താവിന്റെ ഒരു മാസത്തെ ശമ്പളത്തിനൊരു മുടക്കം വരുമ്പോ അറബി ശമ്പളം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ ഭക്ഷണങ്ങളോടും കറങ്ങി നടന്നിട്ട് അവസാനം അല്ലാതെ മുന്നിൽ വന്ന് ദുആ ചെയ്താ അല്ലാഹു നിന്നെ തിരിഞ്ഞു പോലും നോക്കൂല മോളെ തിരിഞ്ഞു പോലും നോക്കൂല എത്രയോ അനുഭവങ്ങളാണ് സഹോദരങ്ങളെ ഏതൊക്കെയോ മാരകമായ രോഗങ്ങൾ പിടിച്ചിട്ട് എത്രയോ സഹോദരിമാര് തിരുവനന്തപുരം RCC സെന്ററുണ്ടല്ലോ ആ ക്യാൻസർ രോഗികൾക്ക് മാത്രമായി നിർമ്മിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് RCC-യിലേക്കൊന്ന് കടന്നുപോയ RCC-യിലേക്കൊന്ന് കടന്നു ചെന്ന